ഇത് ഇത് നമുക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആലത്തൂർ തോണിപ്പാടം പറഞ്ഞ ഒരു സ്ഥലത്തെ ഒരു ചെറിയൊരു തോട്ടവും അതിൽ ഒരുപാട് ഫ്രൂട്ടിൻ്റെ ചെടികളും. അത് പല വെറൈറ്റി ഉണ്ട്, ഒരു വെറൈറ്റി എന്നല്ല, എല്ലാ വെറൈറ്റികളും നമുക്കിവിടെ കായ്ച്ചതും കായ്ക്കാനായതും 2 വർഷമായിട്ട് 3 വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട്. മാവിൻ്റെയൊക്കെ നമുക്ക് ഒരു 3 വർഷം 2 വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന സകല വെറൈറ്റികളുണ്ട്, എല്ലാ വെറൈറ്റികളും ഉണ്ട്. ഇന്നതെന്നല്ല, ഞാനിപ്പോൾ അത് ഓരോന്നോരോന്ന് പറയണില്ല. നമ്മളിതിൻ്റെ മുമ്പ് വീട് ഇട്ടിരുന്നു, അപ്പോൾ കുറേയായി വീട് ഇട്ടിട്ട്. അപ്പോൾ ഒരു മേമി സർപ്പോട്ട കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കാണിക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കൊന്ന് ഒരു ചെറിയൊരു വീഡിയോ ഇടാം എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ മേമി സർപ്പോട്ട കട്ട് ചെയ്ത പ്ലാന്റ്. കട്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് കായ്ക്ക് മാറി, പൂക്കൾ വിരിഞ്ഞു, കായ്ക്ക് മാറി. ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊരു കീവ് പറഞ്ഞൊരു വെറൈറ്റി. നമുക്കൊരു 4 കിലോ അല്ല 3.5 കിലോ 3 കിലോ മുതൽ വരും. ഒരു 2-2.5 കിലോ 3 കിലോ മുതൽ ഇതിൻ്റെ സർപ്പോട്ടൻ്റെ വലിപ്പം വരും. നമുക്ക് കീവ് പറഞ്ഞ ഒരു വെറൈറ്റിക്ക് ഒരു 3 കിലോ 3.5 കിലോ വരെ വരാം. ഇത് നമുക്ക് ഇത് കായ്ക്ക് മാറി, അതിൻ്റെ ചെറിയ പൂക്കൾ വരുന്നുണ്ട്. അതാ. അപ്പോൾ നമുക്ക് ഈ മേമി സർപ്പോട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചെറിയ കുരുന്നുള്ള പൂക്കളാണ് ഇതൊക്കെ. മേമി സർപ്പോട്ട നമുക്കൊരു ആൾക്കാർ പറയും ഇതൊരു 1.5 വർഷം കൊണ്ട് പഴുക്കണിങ്ങ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 1.5 വർഷം വെയിറ്റ് ചെയ്യാം, അത് ഒരു കായുണ്ടായി 1.5 വർഷം വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, മേമി സർപ്പോട്ട നമുക്ക് ഫസ്റ്റിൽ മാത്രം 14 മാസം 13 മാസം 14 മാസം ഫസ്റ്റിൽ മാത്രം വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-2.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കൾ വീണ്ടും കയറാൻ തുടങ്ങും. അതായത് കായ്ക്ക് മാറി, ഒരു കായ്ക്ക് ചെറിയൊരു കോട്ടിക്കായിൻ്റെ ആ വലിപ്പം വരുമ്പോഴേക്കും അടുത്ത കായ്കൾക്ക് പൂക്കൾ വരാൻ തുടങ്ങും. പൂക്കൾ വന്ന് നമ്മൾക്കത് കായ്ക്ക് മാറും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇതൊരു 2 മാസം 2 മാസം 2.5 മാസം 2 മാസം കൂടുമ്പോൾ ഇത് വീണ്ടും പൂക്കാൻ തുടങ്ങും. പൂത്ത് നമ്മൾക്ക് അടുത്ത കായ് പറിക്കുമ്പോഴേക്കും ഇതൊരു 5-8 പ്രാവശ്യം 5-6 പ്രാവശ്യം 6-7 പ്രാവശ്യം പൂക്കും. അപ്പോൾ നമ്മൾക്ക് പിന്നെ പറിക്കുന്നത് നമുക്ക് ഈ സ്റ്റെപ്പായിട്ട് കിട്ടും. ഒരു 15 ദിവസവും 2 മാസം 1.5 മാസം കൂടുമ്പോൾ നമ്മൾക്ക് കിട്ടും കായ്കൾ. പിന്നെ അതൊരു 2 കൊല്ലമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാച്ചിട്ടൊക്കെ ഒരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പൂത്തും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് പിന്നെ അത് ഇങ്ങനെ അതിന്ന് കുറയും. ഈ 2 മാസം 1 മാസം എന്ന് ഫസ്റ്റ് ഈൽഡിൽ നിന്ന് കുറഞ്ഞ് അത് നമ്മൾക്ക് ഒരു ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 15 ദിവസം അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ നമുക്ക് പഴം അതിന് നിറയെ പറിക്കാൻ കിട്ടും. കുറച്ചല്ല, നിറയെ പറിക്കാൻ കിട്ടും. ഇത് നമുക്കൊരു മിൽക്ക് ഫ്രൂട്ട് കണ്ണ് നിറയെ പൂത്തിട്ടുണ്ട്. ഒരു വയലറ്റ് കളറ് മിൽക്ക് ഫ്രൂട്ടാണിത്. ഇതിപ്പോൾ ഞാൻ താഴെ മാത്രമേ കാണിക്കുള്ളൂ, നെറിയിലൊക്കെ അങ്ങനെ നിറയെ പൂത്ത് കിടക്കുക. മിൽക്ക് ഫ്രൂട്ട് നമുക്ക് ഒരു 3 കളറിലുണ്ട്. ഞാൻ അതിൻ്റെ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഈ കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. ഇതൊക്കെ നിറയെ പിടിക്കും മിൽക്ക് ഫ്രൂട്ട്. ഇത് എല്ലാം കായ്ക്ക് മാറില്ല, ഇതെല്ലാം കായ്ക്ക് മാറിയത് താങ്ങില്ല. ഇതിൻ്റെ ഒരു 90% കൊഴിഞ്ഞു പോകും. അത്രയും പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ നിറയെ പൂക്കളാണ്. അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ ഇതെത്തില്ല. ഞാൻ താഴത്തെ ചെറിയ കൊമ്പൊന്നും ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് നമുക്കൊരു 10-80%, 80-85% പൂക്കൾ പോവും. ബാക്കി ഒരു 10-15% പിടിച്ചാലും നമുക്ക് ഇഷ്ടം പോലെ പഴമുണ്ടാവും. ഇത്തിരിയല്ല, നിറയെ പഴമുണ്ടാവും. ഇതെല്ലാം മാവിൻ്റെ വെറൈറ്റികളാണ് ഞാൻ ഇനി കാണിക്കുന്നില്ല. എന്തൊക്കെ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. പേര് നമ്മൾ കുറേയൊക്കെ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷം പുതിയതും വന്നിട്ടുണ്ട്, പഴതുമുണ്ട്, പുതിയതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മാവിൻ്റെ ഒന്നും അങ്ങനെ പറയുന്നില്ല. ഇതൊക്കെ അത് തന്നെയാണ്. ഇവിടെയൊക്കെ നമുക്ക് പൂത്ത് കിടക്കുക.
ഇതെല്ലാം അബിയുവിൻ്റെ മരങ്ങളൊക്കെ നിറയെ ഇപ്പോൾ പൂക്കൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അതും അബിയുവിൻ്റെ തന്നെ. ഇതൊക്കെ അബിയുവിൻ്റെ മരങ്ങളാണ്. അബിയുവിൻ്റെ നമ്മൾക്ക് പല വെറൈറ്റി ഉണ്ട്, പല വലുപ്പത്തിലും പല വെറൈറ്റി ഉണ്ട്. എല്ലാ വെറൈറ്റികളും ഇവിടെ അബിയുവിൻ്റെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. പൂത്തടക്കതൊക്കെ അബിയുവിൻ്റെ പ്ലാന്റുകൾ. ഇതിൻ്റെ ഉള്ളിലൊക്കെ അബിയുവിൻ്റെ പ്ലാന്റുകളാണ്. ഒക്കെ പൂത്ത് കായ്ക്ക് മാറിക്കൊണ്ടിരിക്കണം. അബിയുവിൻ്റെ കൊടുക്കാനുള്ള പ്ലാന്റുകളിലൊക്കെ. ഇതൊക്കെ മാംഗോസ്റ്റിൻ നമുക്ക് പല വലുപ്പത്തിലുള്ള, നമുക്ക് നേഴ്സറിയിലാണ് മാംഗോസ്റ്റിൻ എല്ലാം കാച്ചത്. ഇതിപ്പോൾ ഞാൻ നേഴ്സറിയിലല്ല, ഇവിടെ തോണിപ്പടത്തെ ഒരു തോട്ടമാണ്. ആറാപ്പുഴ പറഞ്ഞൊരു സ്ഥലത്താണ് നേഴ്സറി കിടക്കുന്നത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് നേഴ്സറി കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നല്ല വേടിയല്ല. ഇതൊക്കെ മട്ടോവ പറഞ്ഞൊരു ഫ്രൂട്ടാണ്. മൂസമ്പി പഴുക്കാൻ അല്ല, ഒരു മൂപ്പ് ആവണു, പറിക്കാനായിട്ടുണ്ട്. നല്ല വലിപ്പം വരും, നല്ല മധുരവും. ഇതെല്ലാം സ്വീറ്റ് ലൂബിൻ്റെ പ്ലാന്റുകൾ. ഇതൊക്കെ സ്വീറ്റ് ലൂബിൽ നമുക്ക് ഒറ്റ വെറൈറ്റി ഞാൻ നട്ടിട്ടുള്ളൂ, ഒറ്റ വെറൈറ്റി വെച്ചിട്ടുള്ളൂ. ഇവിടെ ഏറ്റവും വലിപ്പം കൂടുതലുള്ള പഴം ഇത് മിർലൂബി എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിപ്പെട്ട ഒറ്റ തരമുള്ളൂ. അതിൽ നിറയെ പ്ലാന്റുകളുണ്ടാവും. നമുക്ക് കുറച്ചല്ല, ഒരു 2 വർഷം 3 വർഷം 5 വർഷമായ പ്ലാന്റുകളൊക്കെ ഉണ്ട്. അത് നേഴ്സറിയിലും ഇവിടെയൊക്കെ ആയിട്ട് കാണും. ഇവിടെ സീറ്റ് ലൂബി ഇത് മാത്രമല്ല, വേറെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ സ്ഥലങ്ങളിൽ സീറ്റ് ലൂബി നിറയെ കിടക്കുന്നുണ്ട്. ഇവിടെയും നിറയെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കാച്ച സീറ്റ് ലൂബികളാണ്. കഴിഞ്ഞ വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങിയതൊക്കെ. ഇതിപ്പോൾ ഇപ്പോൾ ഇത് കായില്ല, കായ് കഴിഞ്ഞു. കായുള്ളതൊക്കെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് അതൊക്കെ എടുത്തിട്ട് പോയി. ഇതൊക്കെ മൂസമ്പിൻ്റെ പ്ലാന്റുകളാണ്. മൂസമ്പിൻ്റെ നമുക്ക് ഇവിടെ മാത്രമല്ല അപ്പുറത്തൊക്കെ മൂസമ്പിൻ്റെ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണാം നിറയെ മൂസമ്പിൻ്റെ പ്ലാന്റുകൾ. മൂസമ്പി പറഞ്ഞാൽ പല 5 വെറൈറ്റി ഉണ്ട്. അതിലിപ്പോൾ ഞാൻ ഇതൊരു വിയറ്റ്നാം മൂസമ്പി വാരി വണ്ണം അവിടെ ഉണ്ട്. അതുപോലെ വിയറ്റ്നാം മൂസമ്പി വാരി വണ്ണം, അങ്ങനെ എല്ലാ വെറൈറ്റികളും പലയിടത്തും കൂടി പല സ്ഥലങ്ങളിലും അങ്ങനെ വെച്ചടക്കണം. ഇതൊക്കെ മട്ടോവ, അവിടെ മട്ടോവ നമുക്ക് പല ഇതിലുമുണ്ട്. ഇതൊക്കെ സീറ്റ് ലൂബി തന്നെയാണ്. ഇതെല്ലാം സീറ്റ് ലൂബി. ഇത് നമുക്ക് ഡക്കോപ്പ് ഓറഞ്ച് ഇത് ചെറിയ തൈയാണ്. വലിയ മരം, വലിയ ചെടികളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു 6000 റുപ്യ, 5000 റുപ്യ, 4000 റുപ്യ, ഒരു 500 റുപ്യ, 300 റുപ്യ ആ ടൈപ്പിലൊക്കെ ഉണ്ട് ഈ ഡക്കോപ്പ് ഓറഞ്ചിൻ്റെ. ഇതൊക്കെ ഡക്കോപ്പ് ഓറഞ്ച് നമുക്ക് ചെറിയ പ്ലാന്റുകൾ. ഇതൊക്കെ ഡക്കോപ്പ് ഓറഞ്ച്. വലിയ പ്ലാന്റുകളുണ്ട്. ഒരു 24 സൈസ് ബാഗിലൊക്കെ കിടക്കുന്ന പ്ലാന്റുകളുണ്ട്. അതാ അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അത് അവിടെയാണ് കിടക്കുന്നത്. ഞാൻ അതിൽ കൂടെ പോയി, പക്ഷെ അതിന് മുമ്പ് ഞാൻ കാണിച്ചിരുന്നു, അതുകൊണ്ട് അത് കാണിച്ചില്ല. ഇന്ത്യൻ മൂസമ്പി ചെറിയ പിന്തള ഇപ്പോൾ പഴം കുറച്ച് കഴിഞ്ഞു, അടുത്ത പിന്തളാണ് വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിലൊക്കെ വിയറ്റ്നാം മൂസമ്പീൻ്റെ ഇതെല്ലാം മൂസമ്പിൻ്റെ ഒക്കെ പ്ലാന്റുകളാണ്. മൂസമ്പിൻ്റെ നമുക്ക് അവിടെയും ഇവിടെയായിട്ട് 2-3 സ്ഥലത്ത് കിടക്കുന്നുണ്ട് മൂസമ്പിൻ്റെ. അവിടെ നേഴ്സറിയിൽ മൂസമ്പിൻ്റെ പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ മൂസമ്പിൻ്റെ പ്ലാന്റുകൾ തന്നെയാണ്. വലുത് തൊട്ട് ചെറുത് വരെയുള്ളതുണ്ട്. കാച്ചതുണ്ട്. കാച്ചതൊക്കെ ആൾക്കാരെടുത്തു. ഇന്ത്യൻ മൂസമ്പി ഇതൊക്കെ പിന്തുകൾ ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഒരു 2 മാസം മുമ്പ് ഞാനത് പറിച്ചു കുറേ. അപ്പോൾ ഇതൊക്കെ പഴങ്ങൾ വീണ്ടും പൂത്തിട്ടായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിലും അതുപോലെ ഇന്ത്യൻ മൂസമ്പിയിൽ 5 തരം പറഞ്ഞില്ല, അതിൻ്റെ എല്ലാ തരവും പലയിടത്തും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥലങ്ങൾ നമ്മൾക്ക് കുറേ കൊണ്ടുവരുമ്പോൾ, അപ്പോൾ അവിടെ ഇടാൻ പഴയ സ്ഥലത്തിട്ടോടത്ത് ഇടാൻ സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം. അങ്ങനെ ഇതെല്ലാം മൂസമ്പിൻ്റെ പ്ലാന്റുകൾ തന്നെയാണ്. ഒരു ബാംഗ്ലൂർ പപ്പായ പറഞ്ഞൊരു പപ്പായ വന്ന് ഒരു 4 കിലോ 3 കിലോ വരും ഒരു പപ്പായ വന്നിട്ട്. ബാംഗ്ലൂർ പപ്പായ ഇതിൻ്റെ നല്ല കട്ടിയാണ്.
കട്ടി പറയുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട്, ഉള്ളു പൊള്ളയല്ല. നമുക്ക് ഇപ്പോൾ ഈ മറ്റുള്ള പപ്പായകളൊക്കെ നമുക്ക് ഉള്ളൊരു പൊള്ള വരും, ഇത് പൊള്ള വരില്ല. നല്ല വലിപ്പവും ഉള്ളിൽ നല്ല കാമ്പ് കനം, നിറയെ കാമ്പ് കനമുണ്ട്. ഒരു 4 കിലോ 5 കിലോ 4 കിലോനൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല, ഒരുവിധം മൂപ്പായിട്ടില്ല, മൂപ്പാക്ക് ആവണുള്ളൂ. ഇതൊക്കെ ഇവിടെ നിന്ന് തുടങ്ങി കായ്ക്കലാണ്, ഇവിടെ തുടങ്ങിയ കായ്ക്കല ബാംഗ്ലൂർ പപ്പായ. താഴത്തു നിന്ന് തുടങ്ങിയില്ല, ഞാൻ അതിന് മുമ്പ് വീടിയിട്ടുണ്ട് ഇതിൻ്റെ. ഇതൊക്കെ നമ്മളൊക്കെ ഇതാണ് മിയാസാക്കിൻ്റെ പ്ലാന്റുകളാണ്. മിയാസാക്കിൻ്റെ അറ്റം വരെയുണ്ട്, അപ്പുറത്തൊക്കെ മിയാസാക്കിൻ്റെ ഉണ്ട്. ഓരോടത്തല്ല, ഒരു 3-4 സ്ഥലത്ത് ഇവിടെ തന്നെ മിയാസാക്കിൻ്റെ പ്ലാന്റാണ്. അവിടെ നമ്മളെ നേഴ്സറിയിലും അതുപോലെ തന്നെയാണ്. ഇതാണ് മേമി സർപ്പോട്ടൻ്റെ മദർ പ്ലാന്റ്. ഇതൊരു പ്ലാന്റല്ല, നമ്മൾക്ക് 5 പ്ലാന്റ് ഉണ്ട്. ഇത്രയും ഉണ്ടായില്ല, ഇനി ഇതിൻ്റെയൊക്കെ തൊട്ട് താഴെയാണ് കിടക്കുന്നത്, അതും പൂക്കാനായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പൂത്ത കിടക്കുന്നത് മേമി സർപ്പോട്ട. ഇത് കായ്ക്ക് മാറിയത്. ഈ കായ്ക്ക് മാറുമ്പോൾ ഇത് പൂക്കൾ വരുന്നു. അപ്പോൾ ഇതിപ്പോൾ പൂത്തിട്ട് രണ്ടും അടുത്ത പൂക്കൾ ഇതാക്കി വരും. അടുത്ത പൂക്കൾ ആ കുഞ്ഞനെയുള്ളതൊക്കെ അടുത്ത പൂക്കളേക്ക് വരേണ്ടതാണ്. അതൊരു 1 മാസം കഴിയുമ്പോഴേക്ക് ബിരിയാൻ തുടങ്ങും ആ പൂക്കളൊക്കെ. അതിന് നെറിയിലൊക്കെ ഉണ്ട്, അങ്ങോട്ട് എത്തില്ല. ഇതിപ്പോൾ കായ് വലിപ്പില്ല, ഇപ്പോൾ പിന്തിട്ടല്ലേ ഉള്ളൂ. കായ് വലിപ്പില്ലാത്ത കാരണം നമ്മൾക്ക് അങ്ങോട്ട് കാണിച്ചാൽ കിട്ടില്ല, കാണില്ല. ഇതിൻ്റെ നെറിയിൽ മൊത്തം ചെറിയ കായ്കളാണ്. മേമി സർപ്പോട്ട ഒരു 2 വർഷം പൂത്തിട്ട് ഒരു 2 വർഷം 3 വർഷം ആകുമ്പോഴാണ് പിന്നെ ഒരു 10-20 ദിവസം, 1 മാസം 2 മാസം 15 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ ഒരു കായ്ക്ക് മാറുമ്പോൾ അടുത്ത പൂക്കൾ കയറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇതൊരു 2 മാസം, ഫസ്റ്റിലെ ഏഴിലാണ് 2 മാസം ആകുന്നത്. ഒരു സെക്കൻഡ് ഏഴിൽ ഇത് ഫസ്റ്റിലെ ഒരു 7 കഴിഞ്ഞു, സെക്കൻഡ് ഏഴിലാണ് ഇപ്പോൾ ഒരു 2 മാസം. ഫസ്റ്റിൽ നമുക്ക് ഒന്ന് നനയ്ക്കാൻ വയ്യപ്പോൾ ഒരു ചെടിക്ക് ഒരു വാട്ടം തട്ടിയപ്പോൾ ആ പൂക്കൾ കുറച്ച് കായ് കിട്ടി, ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 അവിടെ നിന്നൊക്കെ തീറ്റയ്ക്ക് ഇട്ട് കൊടുത്ത് ഇത്തിരി ഇതൊക്കെ ആയപ്പോൾ പിന്നെ വീണ്ടും പൂക്കാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ ഉള്ളിൽ ഇനി കണ്ടിന്യൂ ആയി ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ഒരു 2 വർഷം കഴിഞ്ഞാൽ ശരിക്കും കണ്ടിന്യൂ ആയിട്ട് പൂക്കൾ ഇറങ്ങി. ഇതിപ്പോൾ ഫസ്റ്റിലേക്ക് 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരിക്കൽ പൂത്ത് കായ്ക്ക് മാറി ഒരു മാസം 1.5 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കായ്ക്ക് കയറുള്ളൂ, അടുത്ത പൂക്കൾ കയറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മേമി സർപ്പോട്ട. നല്ലൊരു വെറൈറ്റിയാണ്. 4 മാസം 5 മാസം ഒന്നും അല്ല, 14 മാസം വേണം പഴുക്കണമെങ്കിൽ, 13-14 മാസം വേണം പഴുക്കണമെങ്കിൽ. ആ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ആഴ്ചയ്ക്കും 15 വെക്കും 1 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് പഴങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഫസ്റ്റിലെ ഒരു 7 മാത്രം അങ്ങനെ വരുന്നുള്ളൂ, അല്ലാത്തതൊന്നും വരുന്നില്ല. ഇതെല്ലാം പിമ്പോങ്, ഇതെല്ലാം പഴം കഴിഞ്ഞതാണ്. പിമ്പോങ് ലോങ് ഇതൊന്നാണ് നമ്മൾ ലെയർ എടുക്കുന്നത്. ഇത് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു 3 ചെടി താഴെയുണ്ട്, അതൊന്നും നമ്മൾ കാണിച്ചില്ല. ഇതൊക്കെയാണ് പിമ്പോങ് ലോങ്. ഇതൊന്നൊക്കെ ഇതെന്നാണ് ഇതപ്പോൾ ലെയർ എടുക്കുന്നത്. ലെയർ എടുത്തിട്ട് നിറയുണ്ട്. ലെയർ എടുത്തിട്ട് ഇനി ലെയർ ഒരുപാട് വെട്ടാനുണ്ട്, വെട്ടിയതുമുണ്ട്. വെട്ടിയത് തന്നെ കായോടെ ഉള്ളതുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒരു 5-6 വർഷമായ പിമ്പോങ് ലോങ്ങിൻ്റെ പ്ലാന്റുകളാണ്. ഇതുപോലെ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു 3 എണ്ണം, ഒറ്റ വെറൈറ്റി പിമ്പോങ്, അതിൻ്റെ തന്നെ 3 തരമുണ്ട്. പിന്നെ ലോങ്ങിൻ്റെ എല്ലാ വെറൈറ്റികളും ഉണ്ട്. വൈറ്റ് ലോങ്, 4 സീസൺ ലോങ്, സീഡില്ലാത്ത ലോങ്, പിന്നെ ഇപ്പോഴത്തെ ഇതായിക്കൊണ്ടിരിക്കുന്ന എന്താണ് ബ്ലാക്ക് ലീഫ് എല്ലാം കാച്ചതുണ്ട്. ഇവിടെയും കാച്ചതുണ്ട്, നഴ്സറിയിലുണ്ട്. ഇതെല്ലാം നാൻഡോക്കുമൈൻ്റെ പ്ലാന്റുകളാണ്. നാൻഡോക്കുമൈ, ഗ്യൂസ റോഡ്, ജംബോ റെഡ്, അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞത്, അങ്ങനെ എല്ലാ വെറൈറ്റികളും. നാൻഡോക്കുമൈൻ്റെ നമുക്ക് പഴുപ്പ് കളറുണ്ട്, ഗോൾഡ് ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. ഇത് നമുക്ക് മിയാസാക്കി അവിടെ കണ്ടത് വേറെ. ഇത് നമുക്ക് മിയാസാക്കിൻ്റെ പ്ലാന്റുകൾ. ഇതൊക്കെ മിയാസാക്കിൻ്റെ പ്ലാന്റുകൾ നട്ടുവെച്ചത്. ഒരിടത്ത് തന്നെ നമുക്ക് ഒരേ വരിക്കിടാനുള്ള സൗകര്യങ്ങൾ കുറവാണ്, വേറെ പ്ലാന്റുകളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലയിടത്തും ഒരേ പ്ലാന്റ് തന്നെ പലയിടത്തും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ പ്രാവശ്യം കായ്ക്കേണ്ടതാണ് മിയാസാക്കികളെല്ലാം.
ഇതിൻ്റെയൊക്കെ നമുക്ക് ഈ 30 സൈസ് തന്നെ 100 കണക്കിൽ ബാഗുകളുണ്ട് മിയാസാക്കിൻ്റെ. അതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റുകളുണ്ട്. ചെറിയ പ്ലാന്റുകൾ നിറയുന്നുണ്ട്. ഞാൻ വലിയ പ്ലാന്റിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതെല്ലാം നാൻഡോക്കുമൈൻ്റെ ഗോൾഡിൻ്റെ ചെടികളാണ്. അങ്ങോട്ട് പോലുള്ള ഒക്കെ നാൻഡോക്കുമൈൻ്റെ ചെടി ഗോൾഡിൻ്റെ ചെടികളാണ് ഇതെല്ലാം. ഇതൊക്കെ മുമ്പ് വീടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാത്തത്. ഒക്കെ ഈ പോണ വഴി കൂടെ കാണിക്കുന്നത്. ഇതെല്ലാം ഗ്യൂസ റോഡ്, ബ്ലാക്ക് ആൻഡ് റോസ്, ലങ്കട, സുവർണരേഖ, ബനാന മാംഗോ. ബനാന മാംഗോൻ്റെ 3 കളറുണ്ട്. ചില്ലി മാംഗോ, ഇതൊക്കെ ചില്ലി മാംഗോ. പിന്നെ നാൻഡോക്കുമൈൻ്റെ ഈ സീമോങ് പറഞ്ഞൊരു വെറൈറ്റി. ഇതൊരു ലോങ്കൻ്റെ പിമ്പോങ് ലോങ്കൻ്റെ പ്ലാന്റ്. ഇതാ ഒരെണ്ണം ഇനി ഒരെണ്ണം അപ്പുറത്ത. ഗോലൊക്കെ ഉണ്ട്, സൂപ്പർ ക്യൂ ഉണ്ട്, മറ്റേ പിന്നെ ഇന്ത്യൻ വെറൈറ്റികൾ കുറേ ഉണ്ട്. ഇതെല്ലാം സ്റ്റാർ ഫ്രൂട്ടെല്ലാം നമുക്ക് നല്ല മധുരമുള്ള ഒരു മീഡിയം സൈസ് മധുരം. നല്ല മധുരം പറഞ്ഞാൽ സ്റ്റാർ ഫ്രൂട്ട് നല്ല മധുരം എന്തായാലും ഉണ്ടാവില്ല. മഴക്കാലത്ത് അത്രയും മധുരം ഉണ്ടാവില്ല. ഒരു മീഡിയം സൈസ് മധുരം. നമുക്ക് പുളിപ്പ് എന്ന് പറയുന്ന സംഭവം ഇതിലില്ല. പക്ഷെ മധുരം ഓവറും ഇല്ല. ഒരു മീഡിയം സൈസ് ഒരു മധുരം നമുക്ക് കഴിക്കാമെന്നുള്ള ചെറിയൊരു മധുരം. അത്ര മാത്രം ഉണ്ടാവുള്ളൂ ഈ സ്റ്റാർ ഫ്രൂട്ടിൽ. ഓവർ മധുരമൊന്നും ഉണ്ടല്ല. ഈ തായ് കിങ് ഞാവലുണ്ട്. വലിപ്പം ഒരു 300 ഗ്രാം എന്നൊക്കെ വരാം. 300 ഗ്രാമൊന്നും എന്തായാലും നമ്മളോട് ഞാവൽ വരില്ല. ഒരു മാക്സിമം ഒരു 200, 150, 200 ഉണ്ടാവും ഞാവൽ. ഇതൊക്കെ അബിയുൻ്റെ പ്ലാന്റുകളാണ്. അബിയുൻ്റെ നമുക്ക് പല ഇതിലോട്ടുണ്ട്. ഞാനിപ്പോൾ നടന്നു വന്ന വഴിയിലൊക്കെ അബി കൊണ്ട് കാണിച്ചില്ല, നിറയെ കാണിക്കാറുണ്ട്. ഡ്രാഗൺ പൂട്ടെല്ലാം ഇപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞു. വീണ്ടും പൂക്കൾ കയറിക്കൊണ്ടിരിക്കുക. ഇടയിൽ ചെറിയൊരു പൂക്കളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 4 വിളവോളം എടുത്തു. ഇപ്പോൾ അടുത്ത പൂക്കൾ കയറിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ചെറിയ മുട്ടകൾ വന്നുകൊണ്ടിരിക്കും. പൂക്കൾ ഇപ്പോൾ ഇന്ന് വിരിയേണ്ട പൂക്കളാണ് അതൊക്കെ. ഇന്ന് വിരിയേണ്ടതാണ് ഇതൊക്കെ. ഇന്ന് രാത്രി വിരിയേണ്ടതാണ് ഈ പൂക്കളൊക്കെ. അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ടുണ്ടാവും. ഇതൊക്കെ മിൽക്ക് ഫ്രൂട്ടിൻ്റെ ചെടികളാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ മിൽക്ക് ഫ്രൂട്ട്, നാൻഡോക്കുമൈൻ്റെ ഗ്രീനിൻ്റെ വെറൈറ്റികൾ. അങ്ങനെ അത് അമേരിക്കൻ പൾമർ, മാവിൻ്റെ ഒരു 100 ചില്ലറ വെറൈറ്റിൻ്റെ ആയിരിക്കും. ഇപ്പോൾ എല്ലാത്തിനും ഇപ്പം അങ്ങനെ പെട്ടെന്ന് പേര് പറഞ്ഞാൽ കിട്ടില്ല. ഇതൊക്കെ ഓറഞ്ച്. ഇതൊക്കെ ബേറാപ്പിളിൻ്റെ നമുക്ക് ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. റെഡൊന്നും അതിൽ ചെറിയൊരു കളറിന് ഒരു ഗ്രീൻ തന്നെ വരുള്ളൂ. റെഡ് എന്ന് പറയുന്നത് റെഡൊന്നും വരില്ല. ചെറിയൊരു വരയും കുറിയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഒന്ന് ലൈറ്റായിട്ടേ വരുള്ളൂ. പക്ഷേ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ഒരു മഞ്ഞ കളറ് ചെറിയൊരു ചേഞ്ച് വരും. അത്രേ നമ്മളെ കാലാവസ്ഥയ്ക്ക് വരുള്ളൂ, വേറെ ഒന്നും വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെയാണ്. പിന്നെ സർപ്പോട്ടൻ്റെ ഒക്കെ നമുക്ക് പല വെറൈറ്റികളും സർപ്പോട്ടൻ്റെ ഉണ്ട്. ഒരു 5-10 തരം സർപ്പോട്ടയുണ്ട്. നമുക്ക് ഇത് ഒരുപാട് ലെങ്തായി നമുക്ക് വീഡിയോ ഇതോടെ നിർത്താം.